ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ വീട്ടിൽ ചെറിയൊരു നോമ്പ് പറപ്പിക്കലാണ്. അപ്പം ചെറിയൊരു നോമ്പ് പറപ്പിക്കലിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന്. അത്താഴം കഴിച്ചതിൻ്റെ ശേഷം ഇപ്പോഴാണ് ഞാൻ എണീക്കുന്ന സമയം. ഇപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ടാവും. ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേനും ഉമ്മച്ചി വീട്ടിലില്ല. ഉമ്മച്ചി പുറത്ത് സാധനം വാങ്ങാനായിട്ട് പോയി. അങ്ങനെ പിന്നെ ഉമ്മച്ചി പറഞ്ഞ പോലെ ഞാനും അനനും കൂടി ബാത്റൂമത്തെ വെള്ളമൊക്കെ പോക്കി സെറ്റാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ കുളിച്ച വെള്ളം അവിടെ തന്നെ നിൽക്കലായിരുന്നു. അപ്പോൾ അവിടെ എന്തോന്ന് തങ്ങി നിന്നതാണ്. അത് ഞാനും അനനും കൂടിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ അവന് മേലെ കയറിയപ്പം കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉമ്മച്ചി വരുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, അകും കാര്യങ്ങളൊക്കെ അടിച്ചു വാരാണ്. അങ്ങനെ പിന്നെ വീട്ടിലത്തെ അല്ലറ ചില്ലറകൾ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പണിയൊക്കെ ഇനി ഉമ്മച്ചി വന്നിട്ട് വേണം. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വേഗം പോയി കുളിച്ച് ഒന്ന് ഫ്രഷൊക്കെ ആയി. ഇനിയിപ്പം ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നിസ്കരിക്കാനൊക്കെ നിൽക്കാം. അങ്ങനത്തെ എൻ്റെ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ച് നേരം കിടന്നിട്ട് വേണം പണിയിലോട്ട് ഇറങ്ങാൻ. പിന്നെ ഞങ്ങൾ നേരെ കിച്ചണിലേക്ക് വന്നു. പണിക്ക് ഓരോന്നായിട്ട് എടുക്കാൻ തുടങ്ങി. അനിയത്തി 2-3 ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അനിയത്തി പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാണ്. ഞാനും അതേപോലെ 2 ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഉമ്മച്ചി പിന്നെ പത്തിരിൻ്റെ സെക്ഷനിലേക്ക് ഉമ്മച്ചും പോയി. പിന്നെ അവൾ കട്ട് ചെയ്തതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനൊന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ്. അപ്പം എനിക്കും ആവശ്യമുണ്ട്, അവൾക്കും ആവശ്യമുണ്ട്. അപ്പം ഞാനെന്തേതും എല്ലാം കൂടി എടുത്തുകൊണ്ട് പേസ്റ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ചിക്കൻ പൊരിക്കാനുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം. ചിക്കൻ പൊരിക്കണമൊക്കെ അവളാണ്. അവളെന്തോ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അതിനുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അനിയനാണെങ്കിൽ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം അതിനുള്ള തേങ്ങ ചിരണ്ടാണ് അവന്. ഇവിടെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരോ പണിയുണ്ട്. അതിൻ്റെ ഇടയിൽ മോള് ഞങ്ങൾ പഴം പീങ്ങിയിരുന്നു. അപ്പോൾ അവൾ അതും കഴിക്കുന്നുണ്ട്. ഉമ്മച്ചാണെങ്കിലോ പത്രിൻ്റെ പ്രിപ്പറേഷനിലാണ്. കാരണം നല്ലോണം കുഴച്ചുണ്ടാക്കുന്നുണ്ട് മൂപ്പരെ. അനിയനാണെങ്കിൽ അമർത്തി കൊടുക്കും, ഉമ്മച്ചി പൊടി തട്ടും. അതാണ് ഇവിടെ നടക്കുന്ന കലാപരിപാടി കേട്ടോ. അങ്ങനെ ഗൈസ്, പത്തിരി പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തുള്ള നമുക്ക് എന്തെങ്കിലും പൊരിയും കടിയൊക്കെ വേണ്ടേ, അതിനുള്ള പ്രിപ്പറേഷനിലാണ് അനിയത്തി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എനിക്കൊരു പണിയില്ലെന്ന് വെച്ചല്ല, എനിക്ക് പണി വരുന്നുണ്ട്. അങ്ങനെ പിന്നെ എനിക്ക് ആവശ്യമുള്ള പഴയും കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ പണീൻ്റെ ഇടയ്ക്കുള്ള നസർ ബാങ്ക് കൊടുത്തു. അപ്പോൾ ഒരു ഉമ്മച്ചി പറഞ്ഞു വേഗം നിസ്കരിച്ചിട്ട് ബാക്കിയുള്ള പണി എടുത്താൽ മതി എന്ന്. അതുകൊണ്ട് വേഗം പോയി നിസ്കരിച്ച് പോരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പിന്നെ എന്ത് ചെയ്തു, വീണ്ടും പണിയിലോട്ടുണ്ട് ഇറങ്ങി. പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടുണ്ട്. ചിക്കൻ പൊരിച്ച് പകുതി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്സിന് വേണ്ടിയിട്ട് പഴം കുറച്ച് നമ്മളൊന്ന് വാട്ടി സെറ്റാക്കി എടുക്കുകയാണ്. 2 അടുപ്പം വല്ല ഓരോരോ സാധനങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കല്ലോ, കുറേ നേരമായാലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറിക്കപ്പയിൽ നടക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഉപ്പച്ചി വിളിച്ചത്. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം ഉപ്പച്ചിനോട് സംസാരിച്ചു. ഉപ്പച്ചിക്ക് അവിടെ നല്ല പണിയാണ്. കാരണം അവിടെ നോമ്പ് തുറക്കുമ്പോഴത്തേനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉപ്പച്ചിക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ള തിരക്കിലാണ് ഉപ്പച്ചി. അങ്ങനെ ഉമ്മച്ചി എനിക്ക് തന്ന ഡ്യൂട്ടി ഞാൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഞാൻ 2 സ്നാക്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നത് അത് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇതാ പോകുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ഐറ്റം ഞാൻ ഗ്യാസ് മേലെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി ആയാൽ എൻ്റെ പണി കഴിഞ്ഞു ഗൈസ്. ഉമ്മച്ചിക്ക് പത്തിരി പണി മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ പിന്നെ എൻ്റെ ഉമ്മച്ചിൻ്റെ വെള്ളപ്പം ഉണ്ടാക്കാൻ നിൽക്കണേ. അനിയനാണ് ജ്യൂസ് ഉണ്ടാക്കണം. അപ്പം അവനെന്ത് ചെയ്തു, ആ ജ്യൂസിനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവൻ നല്ല ഉറക്കമായിരുന്നു. അവനെ പിടിച്ച് വലിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു പണി അവനക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പോഴാണ് ഗൈസ് ഒട്ടും പ്രതീക്ഷിക്കാതെ മുക്രി ബാങ്ക് കൊടുത്തത്. എന്നും മുക്രി ബാങ്ക് കൊടുത്താൽ ഞങ്ങൾ കേൾക്കാറില്ല. പക്ഷെ ഇന്നെന്തല്ല മൂപ്പര് നല്ലോണം ഉറച്ചത്തിൽ നല്ല ശബ്ദത്തിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ സാധനം ഒന്നും ആയിട്ടില്ല. ഇനി എല്ലാം പകുതി വെച്ചിട്ടേ ആയിട്ടുള്ളായിരുന്നു. പക്ഷേ ഞങ്ങളുള്ള സാധനങ്ങൾ വേഗം അവർക്ക് വെച്ച് കൊടുത്ത് സെറ്റാക്കി അവരെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ പറഞ്ഞയച്ചു. ഇവിടെ ഞങ്ങൾ നോമ്പ് പറഞ്ഞും ചെയ്തു. സത്യം പറഞ്ഞാൽ ഒരു എഡിപ്പിറ്റിട്ടുള്ളൊരു നോമ്പുറപ്പിക്കലായി പോയി. കാരണം ഞങ്ങൾ വിചാരിച്ച പോലെ സ്പീഡാക്കാനും പറ്റിയിട്ടില്ല. എല്ലാത്തിനും ഞങ്ങളെ പറഞ്ഞാൽ മതി. ഞങ്ങൾ ലേറ്റായി എണീച്ചതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണം. പിന്നെ മഗ്‌രിബ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ അവർക്ക് ചായയൊക്കെ കൊടുക്കാൻ നിന്നു. ചായയൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്. അത് പിന്നെ എന്തായാലും വേഗം എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ അവർ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും കുടിക്കാൻ നിന്നു. ഞാനും കുട്ടികളും ഉമ്മച്ചി എല്ലാവരും കൂടി കുടിക്കാൻ നിന്നു. അങ്ങനെ നല്ല ഗംഭീരമായിട്ട് നമ്മളെ ചായക്കുടിയും കാര്യങ്ങളും നോമ്പുറപ്പിക്കലെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ റിസ്ക് എടുത്ത് പിടിച്ച പണിയാണ് പാത്രം കഴുകുക എന്നുള്ളത്. സാധനം ഉണ്ടാക്കിയ പാത്രം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഫുഡ് കഴിച്ച പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് എല്ലാം കൂടി എടുത്തുകൊണ്ട് കഴുകി സെറ്റാക്കി വെക്കുകയാണ്. വീട്ടിലെ സകല പണി കഴിഞ്ഞതിന് ശേഷം ഉമ്മച്ചി എന്തെങ്കിലും കുറച്ച് ഉപ്പിലിട്ടൊക്കെ കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചു മാത്രമല്ല ഞങ്ങൾ പിന്നെ കുറച്ച് ലുഡാ ബോർഡും കാര്യങ്ങളൊക്കെ കളിച്ചു. ഇങ്ങനെ നോക്കുമ്പോഴാണ് 11:45 അത്. അപ്പോൾ പിന്നെ ഉമ്മച്ചി പറഞ്ഞ് മതി എല്ലാം എടുത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കാനുള്ളവർ ഞങ്ങൾക്ക് നിസ്കരിച്ചോളിയാണ്. അങ്ങനെ പിന്നെ ഈ 11:45 ഞങ്ങൾ ഇശാ നിസ്കരിക്കണേ. അൽഹംദുലില്ലാ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ല റാഹത്തായി നോമ്പുറപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് കിടന്നുറങ്ങാം. സത്യം പറഞ്ഞാൽ ഉറക്കിൻ്റെ മന്ദപ്പിൽ നിൽക്കുന്ന ഒരു ടൈമാണ് ഗൈസ് ഇപ്പം. കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്ന ശനി ഞായറാണ്. എല്ലാത്ത ദിവസം ക്ലാസ് ഉണ്ട്. നൈറ്റ് ഇപ്പോഴാണെങ്കിൽ എഡിറ്റിങ്ങും കാര്യങ്ങളായിട്ട് 2:30 ആകുമ്പോൾ ഞാൻ കിടന്നുറങ്ങാൻ. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ.